പ്രധാന വാർത്ത സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തൃശൂർ സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, കഴിഞ്ഞ ദിവസം ഒരു 11-കാരി രോഗമുക്തി നേടി ആശുപത്രി വിട്ടപ്പോഴൊക്കെ ആശങ്കയൊഴിഞ്ഞു എന്നാണ് കരുതിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ച 59-കാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും കാളിദാസ്, സംസ്ഥാനത്ത് ആശങ്ക പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം മരണം ഒന്നുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട തൃശ്ശൂരിലെ 59-കാരനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അയാൾക്ക് ഇന്നാണ് അല്പം മുൻപാണ് രോഗം സ്ഥിരീകരിക്കുക തന്നെ ചെയ്തത്. ഇയാളെ അബോധാവസ്ഥയിൽ ഇന്നലെ നാട്ടുകാരാണ് അബോധാവസ്ഥയിൽ കോഴിക്കോട് നഗരപരിസരത്ത് കണ്ട ഇയാളെ നാട്ടുകാരാണ് ആദ്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. അബോധാവസ്ഥയിൽ നിന്നും മോചിതനാവാത്തതിനെ തുടർന്ന് ഈ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കുന്നതിന്റെ ഭാഗമായി ഇയാളുടെ രോഗം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് സ്രവ പരിശോധന നടത്തിയത്. ഇയാൾക്ക് പനിയും തലവേദനയും അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ സ്രവ പരിശോധനയിൽ ഈ തൃശൂർ ചാവക്കാട് സ്വദേശിയാണ് ഈ 59-കാരൻ. ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. രോഗം സ്ഥിരീകരിച്ച് മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 1.5 മാസത്തിനിടെ അതായത് ഈ താമരശ്ശേരി ആനപ്പാറപ്പോയിലെ 9 വയസ്സുകാരി അനയ മുതൽ ഇങ്ങോട്ടേക്കുള്ള ആളുകൾ, അതിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 7 പേരുടെ മരണമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മാത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെയും രോഗം ബാധിക്കുന്നവരുടെയും എണ്ണം കൂടി വരുന്നത് വലിയ ആശങ്കയാണ് പരത്തുന്നത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം 9 പേർ, ഇദ്ദേഹമടക്കം 10 പേരായിരുന്നു. ഇപ്പോൾ ഈ തൃശൂർ ചാവക്കാട് സ്വദേശി മരിച്ച പശ്ചാത്തലത്തിൽ ഇനി 9 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 4 പേർ കുട്ടികളാണ്, മറ്റ് 5 മുതിർന്നവരുമുണ്ട്. ഇവരെല്ലാം തന്നെ ചികിത്സയിലാണ്. അതിനിടെയാണ് ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് 97% മരണ നിരക്കുള്ള ഒരു രോഗമാണ്. ഈ രോഗത്തിൽ നിന്നും മുക്തി നേടിയവർ വളരെ ചുരുക്കമാണ്. എങ്കിൽ കൂടി മുക്തി നേടാൻ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതായത് തുടക്കത്തിൽ തന്നെ ഇതിന്റെ രോഗലക്ഷണങ്ങൾ, ഈ ഛർദി, പനി, തലവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ട് തുടക്കത്തിൽ തന്നെ ചികിത്സ തുടങ്ങുന്നവർക്ക് മാത്രമാണ് ഈ ഒരു രോഗമുക്തി ഉണ്ടാകുന്നത്. അല്ലാതെ അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ആർക്കും രോഗമുക്തി ഉണ്ടായിട്ടില്ല. അവരെല്ലാം തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 59-കാരൻ മുതൽ 3-4 മാസം പ്രായമുള്ള കുഞ്ഞു വരെ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള ഒരു ഭയാനകമായ അല്ലെങ്കിൽ ആശങ്കാജനകമായ ഒരു സ്ഥിതി നിലനിൽക്കുന്നുമുണ്ട്. കാളിദാസ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണം 7 ആയിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 9 പേരാണ് ചികിത്സയിലുള്ളത്. ഫെറ്റാലിറ്റി റേറ്റ്, മരണനിരക്ക് അത്രത്തോളം ഉയർന്ന ഒരു രോഗം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്.